നമസ്കാരം. വിവാഹ വാഗ്ദാനം നിരസിച്ചതിന് സ്കൂളിലെ സഹപാഠിയായിരുന്ന യുവതിയെ നടുറോഡിലിട്ട് കുത്തിക്കൊലപ്പെടുത്തിയ യുവാവ് മണിക്കൂറുകൾക്കുള്ളിൽ ജീവനൊടുക്കി. കർണാടകയിലാണ് സംഭവമുണ്ടായത്. യെല്ലാപൂർ സ്വദേശിയായ രഞ്ജിത ഭനസോഡയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ റഫീഖ് ഉത്തരകന്നഡ സ്വദേശിയായിരുന്നു. ഭർത്താവുമായി വേർപിരിഞ്ഞ് കുടുംബത്തിനൊപ്പം താമസിച്ചിരുന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ഇവർക്ക് 10 വയസ്സുള്ള മകനുണ്ട്. അങ്കണവാടിയിലെ പാചകക്കാരിയായ യുവതി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിനിടെ റഫീഖ് തടഞ്ഞു നിർത്തി കുത്തി പരിക്കേൽപ്പിച്ചു. ഇന്നലെ പുലർച്ചെ യെല്ലാപൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള വനപ്രദേശത്തു നിന്നാണ് റഫീഖിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രഞ്ജിതയുടെ കൊലപാതകം നഗരത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ലവ് ജിഹാദ് ആരോപിച്ച് ശ്രീരാമസേന അധ്യക്ഷൻ പ്രമോദ് മുത്തലിക്ക് രംഗത്ത് വരികയും ഞായറാഴ്ച യെല്ലാപൂരിൽ ബന്ദിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. രഞ്ജിതയും റഫീഖും സ്കൂളിലെ സഹപാഠികളായിരുന്നുവെന്നാണ് വിവരം. 12 വർഷം മുൻപ് രഞ്ജിത മഹാരാഷ്ട്ര സ്വദേശിയായ സച്ചിൻ എന്നയാളെ വിവാഹം കഴിച്ചു. ഇരുവരും വേർപിരിഞ്ഞ ശേഷം രഞ്ജിത സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. രഞ്ജിതയോട് റഫീഖ് വിവാഹ അഭ്യർത്ഥന നടത്തി. എന്നാൽ നിരവധി തവണ സമ്മർദ്ദം ചെലുത്തിയിട്ടും രഞ്ജിതയും കുടുംബവും വിവാഹത്തിന് സമ്മതം മൂളിയില്ല. ഇതാണ് പ്രകോപനത്തിന് കാരണമായതെന്നാണ് പ്രാഥമികമായ നിഗമനം.